ഫാമേഴ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫാമേഴ്സിന് ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ഫാമേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. അതായത് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫാം ചെയ്യുമ്പോൾ പലപ്പോഴും ചില ഫാമേഴ്സൊക്കെ നേരിടുന്ന പ്രശ്നമാണ് ഫാമിൻ്റെ അടുത്ത് വീടൊക്കെ ഉണ്ട്, ചെറിയൊരു സ്മെല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞാൽ എന്നാൽ നമ്മളിത് റെഗുലറായിട്ട് നമ്മളൊരു 30 ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് നമ്മൾ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്മെല്ല് പോകുന്നത് എന്നുള്ളത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിൽ ആ ഒരു ഡൈജഷൻ കറക്റ്റാവും. പിന്നെ അതുപോലെ തന്നെ നല്ല ചിക്സും അതുപോലെ തന്നെ നല്ല ബ്രീഡ് അതുപോലെ തന്നെ നല്ല ഫീഡൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫാം മാനേജ്മെൻറ്റും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 FCR കിട്ടുന്നത് മാത്രമല്ല പരിസരത്തുള്ള ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഫാം ചെയ്യാനും പറ്റും. അപ്പോൾ മൈഡിയ ഫാമേഴ്സ്, നമ്മുടെ ഫാമിൽ ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം വരാനുള്ള കാരണം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ലിറ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ലിറ്ററിൽ വെള്ളം നനയുക, അതേപോലെ തന്നെ അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആകാത്തത് കൊണ്ട് ലിറ്റർ ഡ്രൈ ആവാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതിൽ നിന്നും സ്മെല്ല് പുറത്തേക്കൊക്കെ വരാറ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഓവറായിട്ട് വലിയ കനത്തിൽ നിന്നും നമ്മൾ ലിറ്റർ ഇട്ടിട്ടില്ല. എന്നാലും ഈ ഒരു ലിറ്റർ നല്ല പൊടിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ആ ഒരു ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആവുന്നതുകൊണ്ടാണ്. പല ഫാമേഴ്സും നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ ക്ലോറിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്ലോറിനേഷൻ ഉപയോഗിക്കുന്ന വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിനേറ്റഡ് വാട്ടർ ഉപയോഗിക്കുന്ന ഫാമിലും നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗക്രമമൊക്കെ നമ്മൾ ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴി പിടിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ ആ ഒരു ലിറ്റർ നല്ല ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡ് കൃത്യമായിട്ട് തന്നെ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞ് അതായത് നമ്മുടെ തീറ്റയൊക്കെ കുറച്ചുകൂടി നല്ലതാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വെയിറ്റ് കൂടാനും വേറെ ഒന്നും പ്രത്യേകിച്ച് മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഡെയിലി ഇളക്കം മാത്രം ചെയ്താൽ മൈഡിയ ഫാമേഴ്സ്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മളിത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അത് എങ്ങനെയാണ് കൊടുക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ